എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഗോദ്രേജ് ഇൻവെർട്ടർ AC-യുടെ ഒരു ഇൻഡോർ യൂണിറ്റ് PCB ആണ് നോക്കുന്നത്. നോ പവർ ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുന്ന ഒരു PCB ആണിത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് നമുക്കൊന്ന് സപ്ലൈ കൊടുത്ത് ഓൺ ചെയ്ത് നോക്കാം. ഇതിനകത്ത് സപ്ലൈ വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. നമുക്കിപ്പോൾ ഇവിടെ ഈ ബോർഡ് നല്ല രീതിയിലുള്ള ഒരു വാക്സ് കോട്ടിംഗ് ഉള്ളതാണ്, കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഏതാണ്ട് ഇവിടെ 5 വോൾട്ട് ഗ്യാങ് SCL ഡേറ്റ എന്നും പറഞ്ഞിട്ടുള്ള ഒരു 5 പിന്ന് വരും. ഇതിനകത്ത് 5 വോൾട്ട് ഗ്യാങ്ങിൽ ഈ 5 വോൾട്ട് വരുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കുക. അതിനുശേഷം 5 വോൾട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ഈ പ്രോസസ്സറിന് മൈക്രോ കൺട്രോളറിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു 5 വോൾട്ട് വരുന്നുണ്ടോ, 5 വോൾട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈമറി സൈഡും സെക്കൻഡറി സൈഡിൽ ചെക്ക് ചെയ്യണം. ആദ്യം നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്തിട്ട് സപ്ലൈ കൊടുത്തിട്ട് ഈ ഒരു 5 വോൾട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മൾട്ടിമീറ്റർ എടുത്തിട്ടുണ്ട്. മൾട്ടിമീറ്റർ ഞാൻ വോൾട്ടേജ് മോഡിലോട്ട് മാറ്റി. എന്നിട്ട് ഞാൻ സപ്ലൈ കൊടുക്കുകയാണ്. സപ്ലൈ സീരിയൽ കൊടുത്തു. ആ സീരിയൽ ബൾബ് കത്തിയിട്ട് ഓഫായിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ 5 വോൾട്ടിൽ നമുക്ക് ഇവിടെ 1.1 വോൾട്ട് ഇങ്ങനെ ഫ്ലക്ച്വേഷനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒന്ന് സെക്കൻഡറി സൈഡിൽ അല്ലെങ്കിൽ പ്രൈമറി സൈഡിൽ എവിടെയോ ഷോർട്ടിങ് ഉണ്ടായിരിക്കും, നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, സെക്കൻഡറി സൈഡിലാണ്, പ്രൈമറി സൈഡിലാണ് നമ്മുടെ ഈ ഫാൻ വരുന്നത്. ഇത് ഈ ഇൻഡോർ ബ്ലോവർ മോട്ടർ. അതിനകത്ത് DC 15 വോൾട്ട് പോകുന്നുണ്ട്. ആ സൈഡ് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലും ഈ ഒരു ഡാമേജസ് വരാം. സെക്കൻഡറി സൈഡിൽ 5 വോൾട്ട് 12 വോൾട്ട് ഇങ്ങനെ 2 വോൾട്ട് വരും. സെക്കൻഡറി സൈഡിൽ 5 വോൾട്ട് 12 വോൾട്ട്, പ്രൈമറി സൈഡിൽ 15 വോൾട്ട്. നമുക്ക് ഇവിടെ ഇത് 15 വോൾട്ട് ഇതല്ല, ഈ ഒരു ഡയോഡ് 15 പ്രൈമറി സൈഡിലുള്ള 15 വോൾട്ടിൻ്റെ ഡയോഡാണ്. മൾട്ടിമീറ്റർ ഇവിടെ ഒരു ഡയോഡ്, ഇത് നമ്മുടെ പ്രൈമറി സെക്ഷനിലോട്ട് പോകുന്ന 15 വോൾട്ട് ഡയോഡ് എന്ന് പറയുന്നത് ഇതാണ്. ആ ഡയോഡ് ചെക്ക് ചെയ്ത് നോക്കാം. മൾട്ടിമീറ്റർ ഡയോഡ് മോഡിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഡയോഡ് ഓക്കെയാണ്. ഇനി നമുക്ക് സെക്കൻഡറി സൈഡിലുള്ള 5 വോൾട്ട് സെക്കൻഡറി സൈഡിലുള്ള 5 വോൾട്ടിൻ്റെ ഡയോഡ് ചെക്ക് ചെയ്ത് നോക്കാം. നൂറ്റി 159. അപ്പോൾ സെക്കൻഡറിയിലുള്ള 5 വോൾട്ട് ഡയോഡ് ഓക്കെയാണ്. ഇനി 12 വോൾട്ട് ഡയോഡ് ഷോർട്ടിംഗ് ആണ് കാണിക്കുന്നത്. നമുക്ക് മൾട്ടിമീറ്റർ ബീപ്പ് മോഡിലോട്ട് സെറ്റ് ചെയ്തിട്ട് നോക്കാം. ഇവിടെ ബീപ്പ് അടിക്കുന്നുണ്ട്. അതായത് ഇത് നമ്മുടെ പ്രൈമറി സെക്ഷനിലോട്ട് വരുന്ന 15 വോൾട്ടിന് വേണ്ട ഡയോഡ്. ഇത് സെക്കൻഡറിയിൽ 5 വോൾട്ട്, ഇത് സെക്കൻഡറി 12 വോൾട്ട്. അങ്ങനെ ഇങ്ങനെ 3 സപ്ലൈയാണ് ഈ ഒരു ചോപ്പറിൽ നിന്ന് ഔട്ട്പുട്ട് പോകുന്നത്. അതിൽ ഇപ്പോൾ ഈ 12 വോൾട്ട് വരുന്ന ഈ ഒരു ഡയോഡിലാണ് ഷോർട്ടിങ് കാണിക്കുന്നത്. ഈ ഡയോഡ് അഴിച്ചെടുത്തിട്ട് പുറത്ത് വെച്ച് ചെക്ക് ചെയ്ത് നോക്കണം. ഈ ഡയോഡാണോ കംപ്ലൈൻറ്റ് അതോ വേറെ എന്തെങ്കിലും കമ്പോണൻറ്റ് ഷോർട്ടിങ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഡയോഡ് ആദ്യം അഴിച്ചെടുക്കാം.
ഓക്കെ, ഞാൻ ഈ ഒരു ഡയോഡ് അഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മൾട്ടിമീറ്റർ ബസർ ബോർഡിലിട്ട് ബീപ്പ് മോഡിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു ഡയോഡ് ഷോർട്ടായിരിക്കുന്നത് കൊണ്ടിട്ടാണ് ഒരു സപ്ലൈ വരാതിരുന്നത്. ഈ ഡയോഡ് എന്ന് പറയുന്നത് HBR 31000 HBR C131. ഓക്കെ, അപ്പോൾ ഈ ഡയോഡ് ഉണ്ടോയെന്ന് ആദ്യം നോക്കണം. എന്നിട്ട് ഇതിൻ്റെ ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈക്വലൻ്റ് ഡയോഡ് നോക്കാം. അപ്പോൾ ഇതെൻ്റെ കാണാൻ സാധ്യത ഇല്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും ഞാൻ നോക്കിയിട്ട് വരാം. എൻ്റെ കയ്യിലിപ്പോൾ സെയിം ഡയോഡ് ഇല്ല, പക്ഷേ അത് ഈക്വലൻ്റ് ആയിട്ടുള്ള വേറൊരു ഡയോഡുണ്ട്. ഇത് SP5150 എന്ന് പറയുന്ന ഡയോഡാണ്. അപ്പോൾ ഈ ഡയോഡ് നമുക്കിവിടെ ഇടാം. അപ്പോൾ നമ്മൾ വേറെ ഈക്വലൻ്റ് ആയിട്ടുള്ള വേറൊരു ഡയോഡ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്തിട്ട് ഈ ഡിസ്പ്ലേ കത്തുന്നുണ്ടോ ഇല്ല എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓണായിട്ടുണ്ട്, ബോർഡ് വർക്കിംഗ് ആണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഈ ഒരു ഡയോഡ് ഷോർട്ടായിരുന്നതായിരുന്നു ഇതിൻ്റെ പ്രോബ്ലം. ഓക്കെ, അത് മാറി ഈ ബോർഡ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ നമുക്ക് റിട്ടേൺ കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Thank you for watching my videos.